പിന്നെ സൺഡേ ആണ്. അപ്പോൾ സൺഡേയിൽ പതിവ് പോലെ തന്നെ നമ്മുടെ ബീഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫിനെ ഇന്ന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറി വെക്കാനായിട്ട് ആലോചിച്ചപ്പോൾ തോന്നി നല്ല പച്ചരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാം. നല്ല പച്ചരി വെച്ചിട്ട് തന്നെ ഒരു ബിരിയാണി ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് നന്നായി കഴിക്കാനൊക്കെ പറ്റാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല പച്ചരി പ്രാവശ്യം കിട്ടിയിരിക്കണം. അപ്പോൾ ഒന്ന് നോക്കട്ടെ, ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ബീഫ് കഴുകി അടുപ്പത്ത് വെക്കണേക്ക് മുമ്പ് അതൊക്കെ പുരട്ടി വെക്കണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബീഫിൽ പുരട്ടാൻ പോണത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ബീഫിലേക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ മുഴുവൻ അങ്ങോട്ട് ചേർക്കാം. നമ്മൾ വറുത്ത്, അതായത് ചൂടാക്കി വെച്ച പൊടികളാണ്. കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് തിരുമാട്ട. അപ്പോൾ കൈ മുളക് പൊടിയുടെ എരിവൊന്നും പുകച്ചിലൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു അരപ്പകുതി സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് ചതച്ചിട്ടിട്ടുണ്ട്. മസാലപ്പൊടിയും ചേർത്ത് തിരുമ്മി വെച്ചേക്കണം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചേക്കണ്ട. കണ്ട, ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് അല്ല, 1-1.5 ഗ്ലാസ് അരി ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. കണ്ടിട്ട് നല്ല സൂപ്പർ പച്ചരിയാണ്, നല്ല കളറൊക്കെ ആയിട്ട്. പക്ഷെ ഇത് എന്താവുമെന്ന് അറിയില്ല, ഇതിൻ്റെ വേവൊന്നും എനിക്കറിയില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ അടുത്ത പണി മുറ്റടിക്കാനൊക്കെ നോക്കട്ടെ. അതിന് ശേഷം ഇറച്ചി വന്നതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വരാവേ. ഇവിടെ ബീഫ് വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് കറിയാക്കാട്ടോ. എണ്ണ ഒഴിച്ചു, സവാള കുറച്ചിട്ട് സവാള മതി കേട്ടോ. സവാള വാടിയപ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം കേട്ടോ. മൂത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം, മുളക് പൊടി, കുരുമുളക് പൊടി ഇതിലേക്ക് ഇടാം. അപ്പം നമുക്ക് ഈ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ അരി അങ്ങോട്ട് കഴുകി ഇടാം അതിലേക്ക്. ദേ കണ്ട, ഇറച്ചിയുടെ മീതയിലേക്ക് അരി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇറച്ചിയുടെ ഗ്രേവിയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി റെഡി ആയിക്കോളും. ഒരു വിസിലടുപ്പിക്കാം നമുക്ക്. അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ മല്ലിയിലയും പുതിനയിലൊക്കെ വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ വേവൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ കുക്കർ ബിരിയാണി സൂപ്പറാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ ചെയ്യണേ. അപ്പോൾ നല്ലതാണ്. പച്ചരി ബിരിയാണി സൂപ്പർ. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓക്കേ.